കേസ് NIA കോടതിയിലാണ് എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരൻ ബൈജു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജയിലിൽ സിസ്റ്റർമാർക്ക് മോശം അനുഭവമൊന്നുമില്ല. പോലീസിനെ നോക്കുകുത്തിയാക്കിയാണ് ബജ്രംഗ് ദൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. റോജി M. ജോൺ MLA സഹോദരനെ പോലെ ഒപ്പമുണ്ടായിരുന്നുവെന്നും ബൈജു പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരൻ ബൈജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ 9 ദിവസം വലിയ ആശങ്കകൾ, ഒരു പരിധിവരെ വിരാമമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പകുതി ശതമാനം ഒരു 25% നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇത് NIA കോടതിയാണ് കേസെടുത്തിരിക്കുന്നത്. ഭീകരമായ ഒരു കുറ്റങ്ങൾ ചുമത്തിയാണ് അവർ NIA കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കടമകളൊക്കെ കടന്നു കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഈ കന്യാസ്ത്രീകൾ കൊടും ഭീകരരായ NIA കോടതി പോലുള്ള കോടതി വരാന്തകൾ കയറി ഇറങ്ങി ഒപ്പിടാനോ അതിൻ്റെ പിന്നാലെയൊക്കെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പല സ്ഥലങ്ങളിലും പോയി സേവനം ചെയ്യാനോ മറ്റുള്ള രോഗികളെ ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ആ സ്റ്റേറ്റ് വിട്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ താൽക്കാലിക ജാമ്യം മാത്രമാണ്. ഇനിയും അവർ നാട്ടിലേക്ക് എത്തണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. അല്ല, നാട്ടിലേക്ക് അടുത്ത ആഴ്ചയിൽ പോരും, അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ നിയമത്തിൻ്റെ പിന്നാലെ സാധാ കോടതിയിൽ ഇത് NIA കോടതി ആകുമ്പോൾ കുറച്ച് നിയമവിദഗ്ധരൊക്കെ പറയുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കടുത്ത നിബന്ധനകളൊക്കെ വച്ചേക്കുന്നത് ഭയങ്കര ഭീകരം തന്നെയാണ്. വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്നു സെല്ലിൽ ഉൾപ്പെടെ ഇവർക്ക്. സെല്ലിൽ 53 പേരുടെ സെല്ലിലാണ് 53 പേരുടെ കൂടെയാണ് ഇവർ കിടന്നത്. പിന്നെ നിലത്ത് കിടന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിരന്തരം ചെന്ന് ഞാനവിടെ ഉണ്ടായത് എല്ലാ ദിവസവും സിസ്റ്ററിനെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ രോഗവിവരവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കിടക്കാനൊക്കെ ആയിട്ട് ഒരു കട്ടിലൊക്കെ അറേഞ്ച് ചെയ്തു. 2 പേർക്ക് കട്ടിലൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഭക്ഷണമൊക്കെ ഒരു നല്ല രീതിയിൽ. ജയിലിൽ അങ്ങനെ തിക്ത അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഉദ്യോഗസ്ഥർക്ക് നല്ല മാന്യമായി പെരുമാറി നല്ല സംരക്ഷണമായിരുന്നു. പക്ഷേ 9 ദിവസം ജയിലിൽ എന്ന് പറഞ്ഞാൽ ജയിലിൻ്റെതായ ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഇടപെടലുകൾ ഏത് രീതിയിലായിരുന്നു കേസുമായി ബന്ധപ്പെട്ട്? റോജി ജോൺ MLA എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഒരു സഹോദരൻ എങ്ങനെയാണോ ആ സഹോദരനെ പോലെ അതല്ലാതെ MLA ആയിട്ടല്ല, എന്നെ കൂടെ നിർത്തി ഓരോ കാര്യത്തിനും. അതുകൊണ്ട് തന്നെയാണ് ഈ 7 ദിവസവും എനിക്ക് എൻ്റെ സിസ്റ്ററെ പെങ്ങളെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തോടൊപ്പമായിരുന്നു യാത്ര, അദ്ദേഹത്തോടൊപ്പമായിരുന്നു താമസം. ഇപ്പോൾ ഈ വിഷയം കേരളത്തിൽ വലിയ ചർച്ചയായി, രാജ്യവ്യാപകമായി ചർച്ചയായി. ഇവരെ കുടുക്കിയതാണ്, BJP ഗവൺമെൻറ് കുടുക്കിയതാണെന്ന നിലയിലുള്ള ചർച്ചകൾ വരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് കരുതുന്നത്? അവിടെ പോലീസ് അല്ല പ്രശ്നം. ബജ്രംഗ് സംഘടന പറയുന്നത് കേട്ട് പോലീസ് കേസെടുക്കുന്നു. പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് ആ മൈക്കെടുത്ത് കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, കോടതിയിലേക്ക് നോക്കി ആക്രോശിക്കുന്നു. അവിടെ നിയമം ഈ ബജ്രംഗ് സംഘടന പറയുന്നത് കേട്ടാണ് എടുക്കുന്നത്. ബാഗ് പരിശോധിക്കുന്നതും ഇവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുന്നതും ഒക്കെ ബജ്രംഗ് ഒരു സംഘടനയാണ്. പോലീസ് വരുന്നത് നോക്കി നിൽക്കുകയാണ്. അതാണ് അവിടെ പ്രശ്നം. പോലീസ് ശരിക്കും ആത്മസമയം പാലിച്ച് അനങ്ങാതെ നിൽക്കുന്നു. ഇവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നു. സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഉണ്ടായവരുടെ മുഖമൊക്കെ ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞവരൊക്കെ വീണ്ടും സമരം ചെയ്യാൻ പറ്റുന്നു. അവർക്കെതിരെ കേസില്ല. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരകത്തും തെറ്റ് ചെയ്തവർ പുറത്തുമാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. പ്രീതി മേരി സിസ്റ്ററുടെ സഹോദരൻ ബൈജു ആണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഉടൻ തന്നെ എല്ലാ നിയമത്തിന്റെ നൂലാമാലകളും പിന്നിട്ടുകൊണ്ട് അവർക്ക് കുടുംബത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ, നാട്ടിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.